ഹലോ നമസ്കാരം, എല്ലാവർക്കും താരൂസ് വേൾഡിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വരാൻ പോവുകയാണ്. നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കുറച്ച് പേരുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഏത് പേരുകളൊക്കെയാണ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന പേര് മറ്റാരുടെയും അല്ല, ആറാട്ടണ്ണൻ. ആറാട്ടെന്ന സിനിമയിലൂടെ പ്രശസ്തി നേടിയ, റിവ്യൂ പറഞ്ഞ് പ്രശസ്തി നേടിയ ആറാട്ടണ്ണനെയാണ് ഫസ്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമതായി നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന പേര് മറ്റാരുടെയുമല്ല, അലൻ ജോസ് പെരേര. മൂന്നോളം വർഷങ്ങളായിട്ട് ആറാട്ടണ്ണനും പെരേരയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അരങ്ങ് വാഴുകയാണ്. എങ്കിൽ കൂടിയും ഇവരെയൊന്നും ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന ഒരു വിവരമാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. കൺഫേംഡ് അല്ല അവർ. ആറാട്ടണ്ണനും പെരേരയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടി നിൽക്കുകയാണെങ്കിൽ കൂടിയും ബിഗ് ബോസിലേക്ക് അവർക്ക് ക്ഷണമില്ല എന്നാണ് അവസാനം കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. കാരണം അത്യാവശ്യം അല്പം വിവരമുള്ളവരെ മാത്രമേ ബിഗ് ബോസ് സെലക്ട് ചെയ്യുന്നുള്ളൂ. അത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യം. അടുത്തത് ആരെ പേരാണ് ഡിലീറ്റ് ആവുന്നതെന്ന് വെച്ചാൽ മുകേഷ് നായർ, മല്ലു, എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ പേരും നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. ഇപ്പോൾ അവസാനമായിട്ട് കിട്ടിയ വിവരമാണ്, അദ്ദേഹവും ഇല്ല എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. പിന്നെ പുതിയതായിട്ട് 3 പേരുടെ പേര് കൺഫേം ആയിട്ടുണ്ട്. അത് ആരാണെന്ന് ചോദിച്ചാൽ ഷാനവാസ് ഷാനു, RJ ബിൻസി, മുൻഷി രഞ്ജിത്ത്. ഈ 3 പേരാണ് ഇപ്പം ലാസ്റ്റായിട്ട് കൺഫേം ആയിരിക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ പേരിൽ കൺഫേം ഏകദേശം ഒരു 90% വരെ കൺഫേം ആയിട്ടുള്ള പേര് ഞാൻ വായിക്കാം. ഒന്ന് അഭിശ്രീ, രണ്ടാമത് അനുമോൾ, ബിനീഷ് സെബാസ്റ്റ്യൻ, അവന്തിക മോഹൻ, തൂവൽ സ്പർശം സീരിയൽ അവന്തിക മോഹൻ, ജിഷിൻ മോഹൻ, അക്ബർ ഖാൻ, ആതിര നോറ, ഷാരിക, ഓണിയൻ സാബു, അപ്പാനി ശരത്. RJ അഞ്ജലി കൺഫേം അല്ല. അതായത് RJ ബിൻസി വരുന്നു എന്ന് ഒരു വിവരം കിട്ടിയപ്പോൾ RJ അഞ്ജലി നമുക്ക് കൺഫേം അല്ല, നമ്മൾ മാറ്റി വെക്കുകയാണ്. പിന്നെ റോഷൻ ബഷീർ, ആരാന്ന് ചോദിച്ചാൽ ദൃശ്യത്തിലെ വരുൺ, റോഷനും കൺഫേം ആയിരിക്കുകയാണ്. പിന്നീട് വരുന്നത് നെവിനെയും നമ്മൾ ഏകദേശം ഒരു 90% നെവിനെയും കൺഫേം ചെയ്തിരിക്കുകയാണ്. ദീപക് മോഹൻ ഒരു 98% കൺഫേം ആണ്. രേഖ രതീഷ്, പിന്നെ ഒരു 80% ഒക്കെ കൊടുക്കാം. രേണു സുധിയെ കൺഫേം ഒരു അങ്ങനെ ഒരു 80% വരെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് രേണു സുധി. അപ്പം ഇത്രയൊക്കെ പേരാണ് നമ്മൾ കൺഫേം ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഫോട്ടോയും കൂടെ കാണിക്കുമ്പോൾ വീഡിയോ ഒത്തിരി ലോങ് ആയി പോവും. അതുകൊണ്ടാണ് പെട്ടെന്ന് വായിച്ച് പറഞ്ഞത്. അപ്പം കോമണേഴ്സിൻ്റെ പിന്നെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓഗസ്റ്റ് 3 നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. എത്രയും പെട്ടെന്ന് ഷോ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്, മഴ കാത്തിരിക്കുന്ന വേഴാമ്പൽ പോലെ. അപ്പോൾ പുതിയ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.